എല്ലാവർക്കും മിസ്റ്റർ ജിബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് Dtech ഓഡിയോസിൻ്റെ, അതായത് നമ്മുടെ ദൃശ്യ ഓഡിയോസിൻ്റെ കരോക്കെ ബോർഡിനെ പറ്റിയാണ്. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ബോർഡിനെ പറ്റി, ഇത് കംപ്ലൈൻ്റ് ആണെന്നുള്ളത്. അപ്പം നമുക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് IC പോയതാകാൻ ചാൻസ് അല്ല, ഇവിടെ ഒരു സർക്യൂട്ട് ഈ ഒരു ഭാഗത്താണെന്ന് തോന്നുന്നു, ജസ്റ്റ് ഇന്ന് കണ്ടിരുന്നു. സർക്യൂട്ട് കംപ്ലീറ്റ് ആകാത്തത് കൊണ്ടാണ് ഈ ഒരു ബോർഡ് കംപ്ലൈൻറ്റ് കാണിച്ചെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അറിയാവുന്നവർ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഏതൊരു റെസിസ്റ്ററിൻ്റെ ലെഗോ എന്തോ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ മിന്നായം പോലെ കണ്ടോ, ഇവിടെ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആവാത്തത്. ഇവിടെയാണോ അതോ ഈ ഭാഗത്താണോ, എവിടെ ഒരു ഭാഗത്ത് മിസ്സിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഇഷ്യൂ കാണിച്ചതെന്നാണ് പറഞ്ഞത്. എന്തായാലും നമ്മൾ ഈ ഒരു ബോർഡ് യൂസ് ചെയ്യുന്നില്ല. നമ്മൾ അതിന് പകരം വാങ്ങിച്ച ബോർഡാണ് Dtechൻ്റെ കരോക്കെ മിക്സർ ബോർഡ് വിത്ത് എക്കോ ഡിലേ ഉള്ള ബോർഡാണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള Dtechൻ്റെ യൂണിവേഴ്സലിൻ്റെ ബോർഡിനെക്കാട്ടിലൊക്കെ എന്ത് ചെയ്യാം, വീതിയുള്ള ബോർഡാണ്. ഇതിനകത്ത് തന്നെ നമുക്ക് എല്ലാ കൺട്രോളുകളും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ആദ്യം പറയാം. 750 രൂപയാണ് പ്രൈസ് എന്ന് പറയുന്നത്. അവർ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവർ കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും. അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം താല്പര്യമുള്ളവർക്ക് അവിടെ നിന്ന് വാങ്ങാവുന്നതാണ്. ഇത് നമ്മുടെ ഓർഡർ അനുസരിച്ച് ചെയ്ത് നമുക്ക് തരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അവർ ടെസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് അയച്ചു തരുന്നത്. ഓക്കെ, നമുക്കിത് കൊറിയറിലാണ് കിട്ടിയത്. നല്ല സേഫായിട്ട് തന്നെ അവർ അയച്ചു തന്നിട്ടുണ്ട്. എന്നാലും നമുക്കിതിന് കവർന്ന് പൊട്ടിക്കാം. പിന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കാണിക്കുന്നില്ല, കാരണം കരോക്കെ ബോർഡിൻ്റെ വർക്കിംഗ് എങ്ങനത്താണെന്നുള്ളത് ഒരുപാട് വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമുക്ക് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓർഡർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അവരുടെ വാട്സപ്പിൽ, അവരുടെ വാട്സപ്പ് കാറ്റലോഗിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവർ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കവർ പൊട്ടിച്ച് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബോർഡ് എന്ന് പറയുന്നത്, Dtechൻ്റെ കരോക്കെ ബോർഡ്. ഇത് കണക്ട് ചെയ്യാനുള്ള വയർ കണക്റ്റേഴ്സും അവർ തരുന്നുണ്ട്. എന്തായാലും വലിയ ഉപകാരമായി. നമുക്ക് കണക്ട് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അത്യാവശ്യം ലെങ്തുള്ളൊരു വയറും അതിൻ്റെ കൂടെ തരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബോർഡിൻ്റെ മെഷർമെൻറ്റ് കൂടി നോക്കാം. ടോട്ടൽ ലെങ്ത് വരുമ്പോൾ നമുക്ക് 150 mm ആണ് മൊത്തത്തിലുള്ള നീളം എന്ന് പറയുന്ന സൈഡിലേക്കുള്ളത്. 60 mm ആണ് ബാക്കിലേക്കുള്ള ഡെപ്ത്ത്. പിന്നെ ഇൻ ബിറ്റ്വീനായിട്ട് നമുക്ക് എന്താ പറയുക, നമ്മൾ പാനലിൽ ഡിസൈൻ ചെയ്തേക്കുന്നതും ഈ ഒരു സെയിം ബോർഡ് വെച്ചിട്ടാണ്. അപ്പോൾ അവരുടെ കയ്യിൽ സെയിം ഡിസൈൻ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഏതാണ്ടൊരു 25 mm ഡിസ്റ്റൻസ് നമുക്ക് ഇൻ ബിറ്റ്വീൻ വോളിയം കൺട്രോൾ തമ്മിലുണ്ട്. ഏകദേശം 15 mm ആണെന്ന് തോന്നുന്നു. 15 mm നമുക്ക് വോളിയം കൺട്രോൾ ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ബോർഡ് തന്നെയാണ്. നല്ല PCBയിലാണ് അവർ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കണക്ഷൻസ് ഒക്കെ നോക്കാം. ഇവിടെ രണ്ട് നമുക്ക് മൈക്ക് 1 മൈക്ക് 2, നോർമലി കരോക്കെ ബോർഡിൽ വരുന്ന പോലെ തന്നെ മൈക്ക് 1 മൈക്ക് 2. അതിൻ്റെ മൈക്ക് 1 മൈക്ക് 2ൻ്റെ കൺട്രോള്, എക്കോ, ഡിലേ കൺട്രോൾ, മ്യൂസിക് വോളിയം, ഇതിലേക്ക് കൊടുക്കുന്ന ഓഡിയോ ഇൻപുട്ടിൻ്റെ വോളിയം നമുക്കിവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിലേക്ക് കൊടുക്കുന്ന സപ്ലൈ എന്ന് പറയുന്നത് 12012 AC ആണ് നമ്മളിതിലേക്ക് കൊടുക്കേണ്ടത്. DC അല്ല, 12012 AC ആണ് കൊടുക്കേണ്ടത്. ഇവിടെ നമുക്ക് 7805 ഇവിടെ കൊടുത്തിട്ടുണ്ട്, റെഗുലേറ്റർ IC കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബ്ലൂടൂത്ത് മൊഡ്യൂളിൻ്റെ 5 വോൾട്ട് നമുക്ക് ഇവിടുന്ന് തന്നെ എടുക്കാൻ കഴിയും. ഇവിടെ ഔട്ട്പുട്ടാണ്, ഇവിടെ ഇൻപുട്ടാണ്. അതായത് നമ്മുടെ USB മൊഡ്യൂളിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് നമ്മളിവിടേക്ക് കൊടുക്കുക. ഏതാണോ നമ്മുടെ ഓഡിയോ സോഴ്സ് അത് ഇതിലേക്ക് കൊടുക്കുക. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് നമ്മുടെ ടോൺ കൺട്രോൾ ബോർഡിലേക്ക് കൊടുക്കാനുള്ള ഔട്ട്പുട്ട് ഇവിടെ നമുക്ക് കിട്ടും. ഇതെടുത്ത് വേണം നമ്മൾ ടോൺ കൺട്രോളിലേക്ക് കൊടുക്കുക. അവിടുന്ന് വേണം നമുക്ക് ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്യാനുള്ളത്. ഇത്രയുള്ള കണക്ഷൻസ് എന്നുള്ളത് വളരെ സിമ്പിളാണ്. ബേസിക്കായിട്ട് ആർക്കാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. 2399 IC ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ തന്നെ നമുക്ക് 7912 7812 കൊടുത്തിട്ടുണ്ട്, ഡുവൽ പവർ സപ്ലൈ DC ആക്കാൻ വേണ്ടിയിട്ട്. അപ്പം വളരെ സിമ്പിളായിട്ട് ആർക്കാണെങ്കിലും സെറ്റ് ചെയ്യാൻ രീതിയിലാണ് ഈ ഒരു ബോർഡ് അവർ ചെയ്തെടുത്തിട്ടുള്ളത്. സിമ്പിളായിട്ട് 12012 സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് കരോക്കെ ബോർഡ് വർക്ക് ചെയ്യിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ വീഡിയോയിൽ പറയാനായിട്ട് Dtechൻ്റെ കരോക്കെ ബോർഡിനെ പറ്റിയിട്ട്. അപ്പോൾ ഈ ഒരു ബോർഡല്ല നമ്മൾ വെക്കാൻ പോകുന്നത്, ഈ ഒരു ബോർഡാണ് നമ്മൾ നമ്മുടെ പാനലിലേക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അളവിന് തന്നെ നമ്മൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് വീഡിയോ നമ്മുടെ ആംപ്ലിഫയർ സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ വർക്കിംഗ് വീഡിയോ അതിൽ ഉൾപ്പെടുന്നതായിരിക്കും. കാരണം ഇതിൻ്റെ വർക്കിംഗ് നോർമലി എല്ലാ കരോക്കെ ബോർഡിലും വരുന്നത് അത്യാവശ്യം നല്ല വർക്കിംഗ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചെക്ക് ചെയ്തിട്ടാണ് നമുക്ക് അയച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെക്ക് ചെയ്യേണ്ട ഒരു പ്രശ്നം വരുന്നില്ല. നമ്മളിപ്പോൾ ഇത് ചെക്ക് ചെയ്യാത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ കണക്ഷൻസ് ആംപ്ലിഫയർ എല്ലാം സെറ്റ് ചെയ്യണം. മാത്രമല്ല നമ്മൾ ആംപ്ലിഫയർ അസംബിൾ ചെയ്യുമ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ അതിനകത്ത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അത് കാണാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റും കൂടി ചെയ്തേക്കുക. അത് മറ്റുള്ളവർക്കും എനിക്കും വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.